ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പം നമുക്കിന്നേ പെട്ടെന്ന് നല്ലൊരു ഡിന്നർ ഉണ്ടാക്കിയാലോ? അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡിന്നറാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള എന്ത് ആഡ് ചെയ്യാം, എന്നിട്ട് നമുക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ അങ്ങോട്ട് കഴിക്കാം. അപ്പം ഞാനിന്നിവിടെ ചപ്പാത്തിയിൽ പനീറും കുറച്ച് വെജീസും ആണ് കേട്ടോ റോൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടാലോ? നമുക്കൊരു ബൗളെടുക്കാം. ആ ബൗളിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇടാം. ഞാനിവിടെ എടുക്കുന്നത് പനീറാണ്. ഞാൻ ഫ്രോസൺ ചെയ്തിട്ടുള്ള പനീറാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഈ പാക്കറ്റിൽ നിന്ന് പനീർ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ആ തൈരിൽ തന്നെ നമുക്കിതിനെ മിക്സ് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 10 മിനിറ്റ്സ് ഒന്ന് മാറ്റി വയ്ക്കാം. അതിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് വരുമ്പോഴേക്കും നമുക്കിതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദേ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. ആ ചൂടായിട്ട് വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് പനീർ ഓരോന്നായിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഫസ്റ്റ് വൺ സൈഡ് ഒന്ന് ഫ്രൈ ചെയ്യണം. അതിനുശേഷം നമുക്കിതിനൊന്ന് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഫ്രൈ ചെയ്ത് ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ആയിട്ട് വരണ്ട, ഡീപ്പായിട്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുന്ന ടൈമിൽ നമ്മുടെ കയ്യിൽ എന്ത് വെജിറ്റബിൾസ് ആണോ ഉള്ളത് അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. ഞാൻ കുറച്ച് സവോളയും ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കം കൂടിയിട്ടാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന ടൈമിൽ നമുക്കിതിനെ ഓഫ് ചെയ്യാം. ഒരുപാട് അങ്ങോട്ട് കുക്കാവേണ്ട വെജിറ്റബിൾസ്. ഇനി നമുക്ക് ഒരു ചപ്പാത്തി എടുക്കുക. ചപ്പാത്തിയിലേക്ക് നമുക്ക് കെച്ചപ്പ് ആഡ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ മയോണൈസ് ഉണ്ട്, മയോണൈസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊഴിക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ മയോണൈസ് ഒഴിവാക്കിയതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മേലേക്ക് ഈ കെച്ചപ്പ് ഒഴിച്ചിട്ട് അതിൻ്റെ മേലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു മിക്സും കൂടിയിട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് ഈ മിക്സ് ആഡ് ചെയ്യാം കേട്ടോ. മയോണൈസും കൂടെ ഒഴിക്കുമ്പോൾ പിള്ളേർക്കൊക്കെ കുറച്ചും കൂടി അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുമായിരിക്കും. നമുക്കിനി ഇതിൽ പ്രത്യേകിച്ചിട്ട് വേറെ പണിയൊന്നുമില്ല കേട്ടോ. ഇതിനി അങ്ങോട്ട് റോൾ ചെയ്യുക, അങ്ങോട്ട് കഴിക്കുക, അത്രേ ഉള്ളൂ. ഇത് ഡിന്നറായിട്ടോ ലഞ്ചായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ കറിയുടെ ആവശ്യമൊന്നും വരുന്നില്ല. ഒറ്റയ്ക്കൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബായ്.